അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നമ്മളൊരു കുടുംബം പോലെ നമുക്കിന്ന് മാക്സിമം അടിച്ചു പൊളിക്കുന്നത്. അപ്പൊ കായലിലൂടെയുള്ള ഈ യാത്രയിൽ കായലിന്റെ ഇരുള്ളതാണ് ആദ്യത്തെ പാലം. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ പാലം കാണാം, മഴവില്ലിന്റെ ആകൃതിയിലുള്ള രണ്ടാമത്തെ പാലം. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ പാലം കാണാം, ചീനവലയുടെ ആകൃതിയിലുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നിങ്ങൾ ഇടത് സൈഡിൽ നോക്കി പൈപ്പിൻ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ സൈബർ സെല്ലിന്റെയൊക്കെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ മറ്റൊന്നുമില്ല, അതാണ് ഇന്ത്യയിലെ നമ്പർ 1 കപ്പൽ നിർമ്മാണശാലകളിൽ ഒന്നായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡാണ് നിങ്ങളെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 ദ്വീപുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് ഗോശ്രീ പാലങ്ങളാണ്. പണ്ട് കാലങ്ങളിൽ ഈ ദ്വീപുകളിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒന്ന് എറണാകുളം. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇടത് സൈഡിലായിട്ട് കാണുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഐലൻഡാണ്, നിർമ്മിതമായിട്ടുള്ള ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. എന്തുകൊണ്ടാണ് ഇതിന് വില്ലിംഗ്ടൺ എന്നുള്ളൊരു പേര് വരാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ടുകാലത്തെ ഇവിടുത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന വില്ലിംഗ്ടൺ പ്രഭു അദ്ദേഹം 2 മണ്ണുമാന്തി കപ്പലുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി ഇവിടെ ചെയ്തു. ഇന്നിപ്പോ നമുക്ക് എറണാകുളത്ത് സൗത്ത്, നോർത്ത് അങ്ങനെ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്, പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും അദ്ദേഹം ആ പാലം നിർമ്മിച്ചത്, വെണ്ടുരുത്തി പാലം. വർഷങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പുറകെ നിർമ്മിക്കുന്ന ഈ പാലം തടസ്സമാവത്തില്ലേ? പിന്നെ ദൃശ്യം സിനിമയുടെ പ്രൊമോഷനൊക്കെ ഭാഗമായിട്ട് 2 ദിവസം മുമ്പേ ലാലേട്ടനൊക്കെ ഈ ഹോട്ടലിൽ ഉണ്ടായിട്ട് നോക്കിയാൽ കാണുന്നത് ഇവിടുന്ന് 5ഓളം ഷിപ്പുകൾ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട്. ഈ മോഡലിൽ സപ്പോർട്ടായിട്ടുണ്ടാകും. ഈ ചെറിയ വെസലിനെ പറയുന്നത് തഗ് വെസൽസ് എന്നാണ്. ഈ ചെറിയ വെസലിന് ഒന്നുമല്ല, ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഷിപ്പിൽ സിമെന്റ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്താണ് നിറയ്ക്കുന്നത്. ഇതിന്റെ ബാക്കിന്റെ ടാങ്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നമ്മുടെ രണ്ടാമത്തെ ഗോശ്രീ പാലം വന്നു ചേരുന്ന രാമൻ തുരുത്ത്. ഈ രാമൻ തുരുത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഇലക്ഷന്റെ സമയത്തും മറ്റുമാണ് ഈ രാമൻ തുരുത്തിനെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ അറിയാം. ഈ 2 കുടുംബങ്ങൾക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പോളിംഗ് ബൂത്ത് രാമൻ തുരുത്ത് വരുന്നത്. ഞാൻ പറയുന്നതൊക്കെ ബോറടിക്കുന്നുണ്ടോ? ചായയൊക്കെ കുടിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഈ 4 കെട്ടിന്റെ ആകൃതിയിലുള്ള കെട്ടിടം എന്താണെന്ന് ചോദിച്ചു. ജഡേജയൊക്കെ നമ്മുടെ കൊച്ചിയിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് എത്തുമ്പോൾ ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ